നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ തേങ്ങ പറിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് തേങ്ങ പറിക്കുക അല്ലേ. നമുക്ക് ഒരുപാട് ജോലിയൊക്കെ ഉള്ള ദിവസമായിരിക്കും. അപ്പോൾ ഒഴിവ് ദിവസത്താണ് മിക്കവാറും നമ്മളിങ്ങനെ ഒരു തേങ്ങ പറിക്കാനൊക്കെ തേങ്ങ നമുക്ക് ചെയ്യാനൊക്കെ നമ്മൾ മിക്കവാറും വരിക. അപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ വന്നു, നമ്മളെ തെങ്ങിലൊക്കെ കയറി തേങ്ങയൊക്കെ ഇട്ടു. അപ്പം ഞാനും അമ്മമ്മയും അമ്മയൊക്കെ ചേർന്ന് നമ്മുടെ തേങ്ങയൊക്കെ അടുക്കി വെക്കുന്നതും നമ്മുടെ വിറകുകളൊക്കെ കൂട്ടുന്ന ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ സഹായത്തിനായിട്ട് വേറെ ആരുമില്ല, പിന്നെ അമ്മമ്മയുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഓല നമുക്ക് തെങ്ങിൽ കയറിയാൽ ഒരുപാട് ഓലയൊക്കെ കിട്ടും, അതൊക്കെ കൂട്ടിയിട്ടു. തേങ്ങകളൊക്കെ ഓരോ തെങ്ങിൻ്റെയും ചുവട്ടിൽ നമ്മളിങ്ങനെ അടുക്കി വെച്ചു. പിന്നെ നമ്മൾ ഒരുമിച്ചാക്കും. അപ്പോൾ തേങ്ങ നമ്മൾ ആദ്യം എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടതിന് ശേഷം അത് ക്ലീനൊക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ തേങ്ങ പറിക്കുന്ന ദിവസം നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പറമ്പ് മുഴുവൻ തേങ്ങയായിരിക്കും, അതൊക്കെ അടുക്കി വെക്കണം, വിറകുകളൊക്കെ അടുക്കി മാറ്റി വെക്കണം. അങ്ങനെ ഒരുപാട് പരിപാടികളുള്ളതാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആളുകളൊക്കെ ഉണ്ടാകും, അപ്പോൾ അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ പറയുന്നൊരു സമയം കൂടിയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഈന്താണ് കൂട്ടുകാരെ. അപ്പോൾ ഈയിടെയായിട്ട് ചെറിയൊരു പ്രശ്നം പറ്റി അത് ഉണങ്ങി പോവാണ്. അപ്പോൾ നാട്ടിൽ എല്ലായിടത്തും ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പറമ്പ് മുഴുവൻ തേങ്ങ പറിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇനി അടുക്കി കൂട്ടുക എന്നുള്ളത് വലിയൊരു പണിയാണ്. കാരണം അവിടെ ഓലയുണ്ട്, തേങ്ങയുണ്ട്, നമ്മുടെ വിറകുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അടുക്കി കൂട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. അതോടൊപ്പം നമ്മുടെ ചക്ക, പ്ലാവിൽ 1-2 ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ന് പ്രത്യേകിച്ച് നല്ല കാറ്റുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുംഭമാസത്തിലെ കാറ്റാണ് അത്ര നല്ലതെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് നമ്മുടെ കറിവേപ്പില. ഇത് ഞാൻ നട്ട് വളർത്തിയ ഒരു പ്ലാവാണ്, എനിക്കൊരു നഴ്സറിയിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അത് നന്നായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇത് നമ്മൾ വളത്തിന് വേണ്ടി ചെയ്യുന്നൊരു കമ്പോസ്റ്റാണ്. കൂട്ടനായി നമ്മുടെ അമ്മമ്മയൊക്കെ ഉണ്ട്. അമ്മമ്മ കൃത്യമായിട്ട് വിറകുകളൊക്കെ അമ്മമ്മയാണ് എല്ലാ നിർദ്ദേശങ്ങളും തരുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാണ്. പറ്റാവുന്ന പോലെ അമ്മമ്മയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മുടെ സൈക്കിൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഉപയോഗിക്കലില്ല, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. സൈക്കിളിന് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം, ഇത് നമ്മളെപ്പോഴും പറയാറുള്ള ആപ്പിൾ ചാമ്പക്കയാണ്. അപ്പോൾ ചാമ്പക്ക ഏകദേശം പാകമായി വരുന്നുണ്ട്. ചാമ്പക്കയിൽ ഒരുപാട് ചാമ്പക്കകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വീട്ടിൽ പുതിയൊരു ഒരു തെങ്ങിൻ തൈ, സാധാരണയല്ല, നമ്മൾ കുള്ളൻ തെങ്ങിൻ തൈയായിരുന്നു ഇത്. അപ്പോൾ അതിൽ തേങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് തേങ്ങകൾ ഉണ്ടാവാനുള്ളൊരു നമ്മുടെ തെങ്ങ് കായ്ച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തെങ്ങ് കായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുള്ളൻ തൈയാണ്, പക്ഷെ തേങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ മാവ് പൂത്തു. മാവിൽ ചെറിയ ചെറിയ ഉണ്ണി മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉള്ളൊരു മാവാണ്. പിന്നെ നമ്മൾ ഈ തേങ്ങയൊക്കെ പെറുക്കിയിട്ടതിന് ശേഷം തേങ്ങ ഇതിൽ നിന്ന് നമ്മൾ വേർതിരിക്കണം. അങ്ങനെ അതൊക്കെ കൊത്തിയിടുകയാണ്. അത് ചെറിയ പണിയല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാലത് കണ്ണിൽ നിന്ന് മാറ്റി നമ്മൾ തേങ്ങകളൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊട്ടിയിട്ടു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേങ്ങ പറിക്കുന്ന ദിവസത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് ഇളനീരൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് ഇളനീരൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം നമുക്ക് ഇളനീരൊക്കെ കിട്ടി. അപ്പോൾ ഈ ഇളനീരൊക്കെ നമ്മൾ വെട്ടി കുടിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ക്ഷീണമൊക്കെ മാറ്റിയത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.